ഈമാനുള്ളവരെ, വിശ്വാസികളെ, അത്തിഉല്ലാ, നിങ്ങൾ അല്ലാഹുവിനെ അനുസരിക്കണം. വഅതിഉ റസൂല, നിങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകനെയും അനുസരിക്കണം. വഉലിൽ അംരി മിൻകും, നിങ്ങൾ നിങ്ങളുടെ കൈകാര്യകർത്താക്കള്, നിങ്ങളിൽ നിന്നുള്ള നിങ്ങളുടെ നേതാക്കന്മാര്, അധികാരസ്ഥന്മാര്, അഥവാ നിങ്ങൾ നിങ്ങളുടെ നേതൃത്വത്തെ അനുസരിക്കുകയും വേണം. എന്നാൽ അല്ലാഹുവിന്റെ ദീനുമായി ബന്ധമുള്ള ഏതെങ്കിലും ഒരു വിഷയത്തെ സംബന്ധിച്ച് നിങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ട് എങ്കിൽ ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂൽ, ആ അഭിപ്രായ വ്യത്യാസമുള്ള കാര്യങ്ങൾ അല്ലാഹുവിന്റെ ഖുർആനിലേക്കും അതോടൊപ്പം തന്നെ പ്രവാചകന്റെ ചര്യയിലേക്കുമാണ് നിങ്ങൾ മടക്കേണ്ടത്. സംഘടനകളിലേക്ക് മടക്കണമെന്നല്ല, നിങ്ങളുടെ നേതാക്കന്മാരിലേക്ക് മടക്കണം എന്നല്ല, ഏതെങ്കിലും ഒരു പ്രത്യേകമായ നാട്ടിലേക്ക് മടക്കണമെന്നല്ല, ഭൂരിഭാഗം ആളുകൾ എന്ത് ചെയ്യുന്നു എന്ന് നോക്കിയിട്ട് ദീൻ പഠിക്കണമെന്നല്ല. നേരെ മറിച്ച് ഫറുദ്ദൂഹു, ആ കാര്യങ്ങളെ നിങ്ങൾ മടക്കേണ്ടത് ഇലല്ലാഹി വറസൂൽ, അല്ലാഹുവിന്റെ ഖുർആനിലേക്കും നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയിലേക്കുമാണ്. എന്നിട്ട് ഖുർആൻ പറയുന്നു, ഇൻ കുൻതും തുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ, നിങ്ങൾ അല്ലാഹുവിൽ വിശ്വസിക്കുന്നവരാണെങ്കിൽ അതോടൊപ്പം തന്നെ വരാനിരിക്കുന്ന ശാശ്വതമായ പാരത്രിക ജീവിതത്തിൽ വിശ്വസിക്കുന്നവരാണ് എങ്കിൽ അതാണ് നിങ്ങൾക്ക് ഏറ്റവും ഉത്തമം. വഅക്സനു തഅവീല, അത് തന്നെയാണ് ഏറ്റവും നല്ല പര്യവസാനവും. ഏത്? അഭിപ്രായ വ്യത്യാസമുള്ള വിഷയങ്ങൾ ഖുർആനിലേക്കും സുന്നത്തിലേക്കും മടക്കിക്കൊണ്ട് നിങ്ങൾ കാര്യങ്ങൾ പഠിക്കാൻ തയ്യാറാവുക. നമുക്ക് എല്ലാ കാര്യങ്ങളും നമ്മുടെ പ്രവാചകൻ, നമ്മുടെ നേതാവ് അസ്റഫുൽ ഖൽഖ് നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശദീകരിച്ച് തന്നിട്ടുണ്ട്. മാത്രമല്ല പരിശുദ്ധ ഖുർആൻ നമുക്ക് മുന്നിൽ ഓതി തരുന്ന ഒരു ആയത്തുണ്ട്. എന്താണ്? വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു വമാ നഹാകും അൻഹു ഫൻതഹൂ, ആ പ്രവാചകൻ എന്തൊരു കാര്യമാണോ നിങ്ങൾക്ക് കൊണ്ടുവന്നു തന്നത് ആ കാര്യം നിങ്ങൾ സ്വീകരിക്കണം. ആ പ്രവാചകൻ എന്തൊരു കാര്യമാണോ നിങ്ങളോട് വിരോധിച്ചിട്ടുള്ളത് ആ കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾ വിട്ടുനിൽക്കുകയും ചെയ്യണം. അള്ളാന്റെ റസൂൽ നിങ്ങൾക്ക് എന്താ കൊണ്ടുവന്നു തന്നത് അത് നിങ്ങൾ അങ്ങ് സ്വീകരിച്ചാൽ മതി. ആ പ്രവാചകൻ എന്താ നിങ്ങളോട് വിരോധിച്ചത് അതിൽ നിന്ന് നിങ്ങൾ വിട്ടുനിൽക്കുകയും ചെയ്യണം. എത്ര സുന്ദരമായ ആയത്താണ്. വീണ്ടും പരിശുദ്ധ ഖുർആൻ പറയുന്നു, ഫൽയഹ്ദരില്ലദീന യുഖാലിഫൂന അൻ അംരിഹി അൻ തുസീബഹും ഫിത്ന ഔ യുസീബഹും അദാബുൻ അലീം. അല്ലാഹുവിന്റെ പ്രവാചകന്റെ ചര്യയോട് അനുസരണക്കേട് പ്രവർത്തിക്കുന്ന ആളുകൾ അവർ കാത്തിരുന്നു കൊള്ളട്ടെ, അവർ പ്രതീക്ഷിച്ചു കൊള്ളട്ടെ. എന്താണ് അവർ പ്രതീക്ഷിക്കേണ്ടത്? അൻ തുസീബഹും ഫിത്ന ഔ യുസീബഹും അദാബുൻ അലീം, വലിയ ആപത്ത് നിങ്ങൾക്ക് വന്ന് ഭവിക്കുന്നതിനെ, അതല്ലെങ്കിൽ പടച്ചതമ്പുരാനിൽ നിന്നുള്ള വേദനയേറിയ ശിക്ഷ നിങ്ങൾക്ക് വരുന്നതിനെ അവർ പ്രതീക്ഷിക്കട്ടെ. ആര്? പ്രവാചകനോട് അനുസരണക്കേട് കാണിക്കുന്നവർ, എതിര് പ്രവർത്തിക്കുന്നവരായ ആളുകൾ. അത്രമാത്രം ശക്തമായ താക്കീതാണ് ആ വിഷയകമായി പരിശുദ്ധ ഖുർആൻ നമുക്ക് മുന്നിൽ വെക്കുന്നത്. വീണ്ടും പരിശുദ്ധ ഖുർആൻ വിശ്വാസികളായ ഓരോ ആണിനെയും പെണ്ണിനെയും പ്രത്യേകമായി വിളിച്ചിട്ട് ഖുർആൻ അവരോട് പറഞ്ഞു, വമാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖളല്ലാഹു വറസൂലുഹു അംറാ അൻ യകൂന ലഹുമുൽ ഖിയറതു മിൻ അംരിഹിം വമൻ യഅസില്ലാഹ വറസൂലഹു ഫഖദ് ളല്ല ളലാലം മുബീനാ. വമാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിന, സത്യവിശ്വാസിയായ ഒരു ആണാകട്ടെ പെണ്ണാകട്ടെ അവർക്ക് പാടില്ല, അവർക്ക് യോജിച്ചതല്ല, അവർക്ക് ഭൂഷണമല്ല. എന്ത്? ഇദാ ഖളല്ലാഹു വറസൂലുഹു അംറാ, അല്ലാഹുവും അവന്റെ പ്രവാചകനും ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ, ഒരു കാര്യത്തെ സംബന്ധിച്ച് ഒരു വിധി നടപ്പിലാക്കി കഴിഞ്ഞാൽ, ഒരു അഭിപ്രായം പാസാക്കി കഴിഞ്ഞാൽ, അയ്യകൂന ലഹുമുൽ ഖിയറതു മിൻ അംരിഹിം, ആ അല്ലാഹുവിന്റെയും പ്രവാചകന്റെയും തീരുമാനത്തിന് വിരുദ്ധമായൊരു തീരുമാനം, നിങ്ങളുടേതായ സ്വന്തമായൊരു അഭിപ്രായം നിങ്ങൾക്കുണ്ടാകാൻ പാടില്ല. അല്ലാഹുവും പ്രവാചകനും തീരുമാനിച്ച ഒരു തീരുമാനത്തിനെതിരായി സ്വന്തമായൊരു അഭിപ്രായം നിങ്ങൾക്കിടയിൽ ഉണ്ടാകാൻ പാടില്ല. എന്നിട്ട് അല്ലാഹു പറയുന്നു, വമൻ യഅസില്ലാഹ വറസൂലഹു, ആരാണോ അല്ലാഹുവിനോടും പ്രവാചകനോടും അനുസരണക്കേട് കാണിക്കുന്നവർ, എതിര് പ്രവർത്തിക്കുന്നവർ, ഫഖദ് ളല്ല ളലാലം മുബീനാ, തീർച്ചയായും അവർ വ്യക്തമായ വഴികേടിലാണ്,
അവർ അങ്ങേയറ്റം വഴിപിഴച്ചു പോയിരിക്കുന്നു എന്ന് പരിശുദ്ധ ഖുർആൻ നമുക്ക് മുന്നിൽ ഓതിത്തരുന്നു. അങ്ങനെ അള്ളാഹുവും പ്രവാചകനും എടുത്ത തീരുമാനം, അതിന് വിരുദ്ധമായ ഒരു തീരുമാനത്തിലേക്ക് നിങ്ങൾ എത്തിയാൽ അള്ളാഹുവും പ്രവാചകനും നമുക്ക് മുന്നിൽ വിശദീകരിച്ചു തന്ന ആ നിയമങ്ങൾക്ക് വിരുദ്ധമായ വേറെ ഏതെങ്കിലും ഒരു നിയമം നിങ്ങൾ സ്വീകരിച്ചാൽ അവർ എത്തിപ്പെടുന്നത് നരകത്തിലായിരിക്കും എന്ന് വരെ പരിശുദ്ധ ഖുർആൻ നമുക്ക് മുന്നിൽ ഓതിത്തരുന്നുണ്ട്. അള്ളാഹുവിനെ ഖുർആനിൽ നമുക്ക് കാണാം. ഖുർആൻ പറയുന്നു, ومن يشاقق الرسول من بعد ما تبين له الهدى ويتبع غير سبيل المؤمنين نوله ما تولى ونصله جهنم وساءت مصيرا. ومن يشاقق الرسول من بعد ما تبين له الهدى, ആരെങ്കിലും അവന് സന്മാർഗം വ്യക്തമായി മനസ്സിലായതിനു ശേഷം ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്നിങ്ങനെ കാര്യങ്ങൾ വേർതിരിച്ച് വ്യക്തമായി മനസ്സിലായതിനു ശേഷം പ്രവാചകന്റെ ചര്യയിൽ നിന്ന് അവൻ ഭിന്നിക്കുകയാണെങ്കിൽ, ആ റസൂലുള്ളാഹിന്റെ ചര്യ വിട്ടുകൊണ്ട് വേറെ ഒരു മാർഗം അവൻ സ്വീകരിക്കുകയാണെങ്കിൽ, അതുപോലെ തന്നെ മുൻഗാമികളായ മുഅ്മിനീങ്ങളായ ആ വിശ്വാസികളുടെ മാർഗമല്ലാത്ത വേറെ ഒരു പാന്താവ് അവൻ തെരഞ്ഞെടുക്കുകയും ചെയ്താൽ, നുവല്ലിഹി മാ തവല്ല, ആ റസൂലുള്ളാഹിന്റെ ചര്യ വിട്ടുകൊണ്ട് മുൻഗാമികളായ വിശ്വാസികളുടെ മാർഗം വിട്ടുകൊണ്ട് ഏതൊരു മാർഗമാണോ അവൻ തെരഞ്ഞെടുത്തത്, അവൻ തെരഞ്ഞെടുത്ത അതേ മാർഗത്തിലേക്ക് അവന്റെ അതേ പാട്ടിന് നാം അവനെ തിരിച്ചുവിടുന്നതാണ്. എന്നിട്ടോ വനുസ്ലിഹി ജഹന്നം, അവസാനം നാം അവനെ പിടിക്കുന്നതാണ്. എന്നിട്ട് അതാ കത്തിജ്വലിക്കുന്ന ആ നരകാഗ്നിയിലിട്ട് നാം അവനെ കരിക്കുകയും ചെയ്യുന്നതാണ്. വസാഅത്ത് മസീറാ, അത് എത്രയോ മോശമായ പര്യവസാനം. പരിശുദ്ധ ഖുർആനിന്റെ വളരെ ശക്തമായ താക്കീതാണത്. അള്ളാഹുവിനോടും അവന്റെ പ്രവാചകനോടും നിങ്ങൾ അനുസരണക്കേട് കാണിച്ചാൽ, സത്യം മനസ്സിലായിട്ടും ആ സത്യത്തെ അംഗീകരിക്കാൻ നിങ്ങൾ തയ്യാറാകാതെ നാട്ടു നടപ്പനുസരിച്ച് നിങ്ങൾ നീങ്ങിയാൽ, ഒഴുക്കിനനുസരിച്ച് നിങ്ങൾ നീന്തിക്കൊടുത്താൽ നിങ്ങൾ എത്തിപ്പെടുന്നത് കത്തിജ്വലിക്കുന്ന നരകാഗ്നിയിലായിരിക്കും എന്ന് പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകൾ ഓതിക്കൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വിശദീകരിക്കുന്നത്. സഹോദരങ്ങളെ, അതുകൊണ്ട് നാം മടങ്ങേണ്ടത് നമ്മുടെ പ്രവാചകന്റെ ചര്യയിലേക്കാണ്. ആ പ്രവാചകന്റെ മാർഗത്തിലേക്ക് മടങ്ങാനാണ് നമ്മൾ എല്ലാവരും തയ്യാറാകേണ്ടത്. നോക്കൂ നിങ്ങൾ, ആ പ്രവാചകന്റെ ഒരു വാചകം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, കുല്ലു ഉമ്മത്തി യദ്ഖുലൂനൽ ജന്നത ഇല്ലാ മൻ അബാ ഖീല യാ റസൂലല്ലാഹ് വമൻ അബാ ഖാല മൻ അത്വഅനി ദഖലൽ ജന്ന വമൻ അസ്വാനി ഫഖദ് അബാ. കുല്ലു ഉമ്മത്തി യദ്ഖുലൂനൽ ജന്ന, എന്റെ ഉമ്മത്ത് മുഴുവനും സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണ്, എന്റെ സമുദായം മുഴുവനും സ്വർഗത്തിൽ പ്രവേശിക്കുന്നതായിരിക്കും. ഇല്ലാ മൻ അബാ, വിസമ്മതിച്ച ഒരുത്തനൊഴികെ, വിസമ്മതിച്ച ഒരു വിഭാഗം ആളുകളൊഴികെ ബാക്കി എല്ലാവരും സ്വർഗത്തിലാണ്. അത് പറഞ്ഞപ്പോ പ്രവാചകനോട് സ്വഹാബത്ത് ചോദിക്കുകയാണ്, ഖീല യാ റസൂലല്ലാഹ് വമൻ അബാ, അല്ലാഹുവിന്റെ പ്രവാചകരെ, ആരാണ് വിസമ്മതിച്ചവർ, ആരാണ് ആ ഒരു വിഭാഗം ആളുകൾ? ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുകയാണ്, മൻ അത്വഅനി ദഖലൽ ജന്ന, ആരാണോ എന്നെ അനുസരിക്കുന്നത് തീർച്ചയായും അവർ സ്വർഗത്തിലാണ്. വമൻ അസ്വാനി ഫഖദ് അബാ, ആരാണോ എന്നോട് അനുസരണക്കേട് കാണിക്കുന്നത് അവരാണ് വിസമ്മതിച്ചവർ, അവർ നരകത്തിന്റെ ആളുകൾ. അപ്പോ പ്രവാചകനെ അനുസരിക്കുന്നവരൊക്കെ സ്വർഗത്തില്, പ്രവാചകനോട് അനുസരണക്കേട് കാണിക്കുന്നവർ അവരാണ് വിസമ്മതിച്ചവർ, അവർ ഒരിക്കലും സ്വർഗത്തിൽ എത്തിപ്പെടുകയില്ല എന്ന് നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് മുന്നിൽ വിശദീകരിച്ചു തരികയാണ്. അതുകൊണ്ട് ആ പ്രവാചകനിലേക്ക് വിളിക്കുമ്പോൾ, ആ പ്രവാചകന്റെ ചര്യയിലേക്ക് വിളിക്കുമ്പോൾ പുറംതിരിഞ്ഞു നിൽക്കാൻ പാടില്ല ഒരൊറ്റ മുസ്ലിമും. പറയുന്നത് ഖുർആനാണോ, വിശദീകരിക്കുന്നത് പ്രവാചകന്റെ ഹദീസാണോ, അത് സ്വീകരിച്ചേ മതിയാകൂ. അതൊരു മുസൽമാന്റെ ബാധ്യതയാണ്, അതൊരു വിശ്വാസിയുടെ പ്രത്യേകതയാണ്. പരിശുദ്ധ ഖുർആനിൽ വിശ്വാസികളായ ആളുകളെ സംബന്ധിച്ച് വിശദീകരിച്ചപ്പോൾ പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, എന്താണ് ആ വിശ്വാസികളുടെ പ്രത്യേകത, എന്താണ് ആ വിശ്വാസികളുടെ പ്രത്യേകത? ഇന്നമാ കാന ഖൗലൽ മുഅ്മിനീന ഇദാ ദുഉ ഇലല്ലാഹി വറസൂലിഹി ലിയഹ്കുമ ബൈനഹും അയഖൂലു സമിഅനാ വഅതഅനാ.
തീർച്ചയായും അള്ളാഹുവിലേക്ക് വിളിക്കപ്പെട്ടാൽ, അതുപോലെ തന്നെ പ്രവാചകനിലേക്കും വിളിച്ചാൽ, എന്തിനു വേണ്ടി ലിയഹ്കുമ ബൈനഹും, അവർക്കിടയിൽ അഭിപ്രായ വ്യത്യാസം നിലനിൽക്കുന്ന ഏതെങ്കിലും ഒരു വിഷയത്തെ സംബന്ധിച്ച് ഒരു തീരുമാനമെടുക്കുന്നതിന് വേണ്ടി, ഒരു അഭിപ്രായം പാസാക്കുന്നതിന് വേണ്ടി ഖുർആനിലേക്കും സുന്നത്തിലേക്കും വിളിച്ചു കഴിഞ്ഞാൽ വിശ്വാസികളുടെ വാക്ക് ഇപ്രകാരമായിരിക്കും. അയ്യഖൂലു, അതാ വിശ്വാസികൾ പറയുകയാണ്, പ്രഖ്യാപിക്കുകയാണ്, സമിഅനാ വഅതഅനാ, സമീഅനാ ഞങ്ങൾ കേട്ടിരിക്കുന്നു, വഅതഅനാ ഞങ്ങൾ അനുസരിക്കുകയും ചെയ്തിരിക്കുന്നു. ഇതാ വിശ്വാസികളുടെ നിലപാട്. ഖുർആനും സുന്നത്തും പറയുമ്പോ അതൊക്കെ അങ്ങനെ പലതും ആയിക്കൊള്ളും എന്ന് പറഞ്ഞ് തിരിഞ്ഞു നിൽക്കുന്നവരല്ല വിശ്വാസികൾ. നേരെ മറിച്ച് വിശ്വാസികളുടെ പ്രത്യേകത സമീഅനാ വഅതഅനാ, ഞങ്ങൾ കേട്ടു, ഞങ്ങൾ അനുസരിച്ചു, കേൾക്കാനും അനുസരിക്കാനും ഞങ്ങൾ തയ്യാറാണ് എന്ന് പ്രഖ്യാപിക്കുന്ന ഒരു വിഭാഗമാണ് വിശ്വാസികൾ എന്ന് പരിശുദ്ധ ഖുർആൻ ഓതിത്തരുന്നു. എന്നാൽ ഇതോടൊപ്പം പരിശുദ്ധ ഖുർആൻ മറ്റൊരു വിഭാഗത്തെ സംബന്ധിച്ച് ഓതിത്തരുന്നുണ്ട്. ഖുർആനിലേക്കും സുന്നത്തിലേക്കും വിളിക്കുമ്പോ തിരിഞ്ഞു പോകുന്ന ആളുകൾ ആരാണവർ? വഇദാ ഖീല ലഹും തആലൂ ഇലാ മാ അൻസലല്ലാഹു വഇലാ റസൂലി റഅയ്തൽ മുനാഫിഖീന യസുദ്ദൂന അൻക സുദൂദാ. പരിശുദ്ധ ഖുർആൻ പറയുന്നു, വഇദാ ഖീല ലഹും, അവരോട് പറയപ്പെട്ടാൽ, തആലൂ നിങ്ങൾ വരുവിൻ, നിങ്ങൾ വരൂ എന്നവരോട് പറയപ്പെട്ടാൽ എങ്ങോട്ട് വരാൻ വേണ്ടിയാണ്? ഇലാ മാ അൻസലല്ലാഹു വഇലാ റസൂൽ, അല്ലാഹുവിലേക്കും അതുപോലെ തന്നെ പ്രവാചകന്റെ ചര്യയിലേക്കും പടച്ച തമ്പുരാൻ അവതരിപ്പിച്ച പരിശുദ്ധമായ ഖുർആനിലേക്കും അതോടൊപ്പം നബി തങ്ങളുടെ ചര്യയിലേക്കും വരൂ എന്നവരോട് പറയപ്പെട്ടാൽ റഅയ്ത, നബിയെ താങ്കൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ആരെ? അൽ മുനാഫിഖീൻ, മുനാഫിഖീങ്ങളായ ആളുകളെ, യസുദ്ദൂന അൻക സുദൂദാ. ഖുർആനും സുന്നത്തൊക്കെ വിളിച്ചു പറയുമ്പോ അതൊക്കെ എന്തെങ്കിലും ആയിക്കൊള്ളട്ടെ എന്ന് പറഞ്ഞ് അവരുടെ പാട്ടിനവർ തിരിഞ്ഞു പോകും. അങ്ങനെ തിരിഞ്ഞു പോകുന്ന ഒരു വിഭാഗം അവരാണ് മുനാഫിഖീങ്ങൾ. ഒരു മുസ്ലിമിന് അതിന് കഴിയില്ല, ഒരു വിശ്വാസിക്ക് പുറംതിരിഞ്ഞു നിൽക്കാൻ കഴിയില്ല. ഖുർആനും സുന്നത്തും കേൾക്കുമ്പോ അതിലേക്ക് വിളിക്കുമ്പോ വരാതിരിക്കുകയോ ഒരു മുസ്ലിമോ ഒരിക്കലുമില്ല. സമിഅനാ വഅതഅനാ, ഞങ്ങൾ കേൾക്കാനും അനുസരിക്കാനും തയ്യാറാണ് എന്ന് പറയും. അതാണ് ഒരു മുസ്ലിമിന്റെ പ്രത്യേകത, അതാണ് ഒരു വിശ്വാസിയുടെ പ്രത്യേകത. നേരെ മറിച്ച് വിളിക്കുമ്പോൾ തിരിഞ്ഞു നടക്കുന്നവർ ആരാണവർ? മുനാഫിഖീങ്ങളാണ്. അള്ളാഹുവിന് ഏറ്റവും വെറുപ്പുള്ള ഒരു വിഭാഗം, നരകത്തിന്റെ ഏറ്റവും അടിത്തട്ടിലായി എത്തിപ്പെടുന്ന ഒരു വിഭാഗം. അതുകൊണ്ട് സഹോദരങ്ങളെ, ആ ഖുർആനിലേക്കും സുന്നത്തിലേക്കും വിളിക്കുമ്പോൾ ആ വിളിക്ക് ഉത്തരം കൊടുക്കാൻ നമുക്ക് സാധിച്ചാൽ നാളെ പടച്ച തമ്പുരാന്റെ പരലോകത്ത് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും. അല്ലാഹു തആല വിശ്വാസികളായ ആളുകൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ള ആ സ്വർഗ്ഗ പൂങ്കാവനം നേടിയെടുക്കാൻ നമുക്ക് സാധിക്കും. നമ്മൾ എല്ലാവരും നമസ്കരിക്കുമ്പോൾ പ്രാർത്ഥിക്കാറുണ്ട്. എന്താ നമ്മൾ പ്രാർത്ഥിക്കുന്നത്? നമസ്കരിക്കാൻ കൈകെട്ടി നിൽക്കുമ്പോൾ, അതാ സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്യുമ്പോൾ അതിന്റെ അവസാന ഭാഗത്ത് നാം പ്രാർത്ഥിക്കുകയാണ്, ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം, നാദാ നീ ഞങ്ങളെ സിറാത്തുൽ മുസ്തഖീമിലൂടെ നയിക്കണമേ, നേരായ മാർഗത്തിലൂടെ ചൊവ്വായ പാന്താവിലൂടെ നീ ഞങ്ങളെ വഴി നടത്തണേ തമ്പുരാനെ. അഥവാ സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം, നീ അനുഗ്രഹിച്ച നിന്റെ അനുഗ്രഹത്തിന് പാത്രമായ ഒരു വിഭാഗം ആളുകൾ, ആ വിഭാഗത്തോടൊപ്പം നീ ഞങ്ങളെ ചേർക്കണമേ തമ്പുരാനെ എന്ന് വിശ്വാസികളായ ഏതൊരാളും തന്റെ നമസ്കാരത്തിൽ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു. ആരൊക്കെയാണ് അള്ളാഹു അനുഗ്രഹിച്ചവർ? അള്ളാഹുവെ നീ അനുഗ്രഹിച്ചവരോടൊപ്പം ഞങ്ങളെ ഉൾപ്പെടുത്തണമേ എന്നാ നമസ്കാരത്തിൽ നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്നത്. എന്നാൽ ആരെയാണ് അള്ളാഹു അനുഗ്രഹിച്ചിട്ടുള്ളത്? മിനൻ നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ വഹസന ഉലൈക റഫീഖാ. പരിശുദ്ധ ഖുർആൻ ഓതി തരികയാണ്, വമയ്യുതിഇല്ലാഹ വറസൂൽ, ആരാണോ അല്ലാഹുവിനെയും അവന്റെ പ്രവാചകനെയും അനുസരിക്കുന്നവർ, ഫഉലൈക മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം, അക്കൂട്ടർ അല്ലാഹു അനുഗ്രഹിച്ച അല്ലാഹുവിന്റെ അനുഗ്രഹത്തിന് പാത്രമായ ഒരു വിഭാഗം ആളുകളോടൊപ്പമായിരിക്കും. ആരൊക്കെയാണ് അല്ലാഹു അനുഗ്രഹിച്ചിട്ടുള്ളത്? മിനൻ നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ, പ്രവാചകന്മാർ, സിദ്ദീഖുകൾ, ശുഹദാക്കൾ, സ്വാലിഹീങ്ങൾ, ഇവരെയാണ് അള്ളാഹു അനുഗ്രഹിച്ചിട്ടുള്ളത്. ഇവരോടൊപ്പം എത്തിക്കണേ എന്നാ നമസ്കാരത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ഇവരോടൊപ്പം എത്തിച്ചേരാൻ സാധിക്കണമെങ്കിലോ ആയത്തിന്റെ തലഭാഗത്ത് പടച്ചു തമ്പുരാൻ ഒരു കാര്യം പറഞ്ഞു വെച്ചു. എന്താ അത്? വമയ്യുതിഇല്ലാഹ വറസൂൽ,
അള്ളാഹനെ അനുസരിക്കണം, അള്ളാഹുവിന്റെ പ്രവാചകനെയും അനുസരിക്കണം. എങ്കിൽ ഈ പറഞ്ഞ ആളുകളോടൊപ്പം എത്തിച്ചേരാൻ നിങ്ങൾക്ക് സാധിക്കും, അല്ലേ? അപ്പോൾ ഖുർആനും സുന്നത്തും അനുസരിക്കണം. അതനുസരിക്കാൻ നമ്മൾ ഇനിയും തയ്യാറല്ലെങ്കിൽ നാളെ റബ്ബുൽ ആലമീനായ പടച്ചതമ്പുരാന്റെ പരലോകത്ത് വരുമ്പോൾ ഒരു വിഭാഗം ആളുകൾ അവർ കരയാണ്, വാവിട്ട് നിലവിളിക്കുകയാണ്, കൈകാലിട്ടടിച്ച് അവർ വിലപിക്കുകയാണ്. അവർ